ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിനാണെങ്കിൽ ടാബ്ലറ്റ് മാറി എടുത്ത് പോകുന്ന നേരത്തെ ശ്രുതി മുകളിൽ നിന്ന് വരികയായിരുന്നു. അപ്പൊ അശ്വിന് വന്ന് ഇടിക്കുന്നുണ്ട്. നിനക്ക് എന്താ കണ്ണ് കണ്ടൂടെ? അത് നിങ്ങൾക്കും ആവാലോ. വന്ന് ഇടിച്ചതും പോരാ പിന്നെ നിന്ന് തർക്കിക്കുന്നു എന്നും ചോദിച്ച അശ്വിൻ അങ്ങ് കയറി പോവാണ്. തുടർന്ന് നമ്മുടെ പ്രീതിയാണെങ്കിൽ ആ മരുന്ന് കൊണ്ടുപോയി മനോരമയ്ക്ക് കൊടുക്കുകയാണെ. അപ്പോൾ അവിടെ അഞ്ജലിയും ഉണ്ടാവും. ഇത് ആന്റി, ഈ ടാബ്ലറ്റ് കഴിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന നേരത്ത് അഞ്ജലി പറയുന്നുണ്ട്, ആന്റി ഒരു മിനിറ്റ്, ഈ ടാബ്ലറ്റ് എവിടെ നിന്ന് കിട്ടി? ഇത് കുഞ്ഞൻ ഡയബറ്റിക്സിന് കഴിക്കുന്നതാണല്ലോ എന്ന് പറയുമ്പോഴേക്കും മനോരമ ചോദിക്കുന്നുണ്ട്, എൻ്റെ മൈ ഗോഡ്, അപ്പൊ നീ എന്നെ കില്ല് ചെയ്യാൻ നോക്കുമായിരുന്നു? അയ്യോ ആന്റി, ഞാൻ മരുന്ന് കറക്റ്റ് ആയിട്ടാണ് എടുത്തത്, അതെങ്ങനെയാ മാറിയതെന്ന് എനിക്കറിയില്ല എന്ന് പ്രീതി പറയുമ്പോൾ, എനിക്കറിയാടി, നീ എന്നെ മനഃപൂർവ്വം കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാ. അയ്യോ ആന്റി, പ്രീതി അങ്ങനെ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടുണ്ടല്ലോ, അവൾക്ക് ഒരു അബദ്ധം പറ്റിയതാ എന്ന് അഞ്ജലി പറയുമ്പോൾ, ഒന്നുമല്ല അഞ്ജലി ബേബി, ഇവളെ ഇന്ന് തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണം. ഇങ്ങോട്ട് വാടി, ഇന്ന് തന്നെ എല്ലാവരുടെയും മുൻപിൽ നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് താഴോട്ട് കൊണ്ടുപോകാട്ടോ. അങ്ങനെ പ്രീതിയെ വലിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ശ്രുതി വന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ചേച്ചി? യു ഷട്ട് അപ്പ്, നീയും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള പ്ലാനിങ് ആയത്. നിങ്ങൾ രണ്ടുപേരും എന്നെ വിഡ്ഢിയാക്കാന്ന് വിചാരിച്ചോ? നിങ്ങൾക്കറിയില്ല ഈ മനോരമ ആരാണെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മോഹനൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്തിനാ മനോരമ നീ ഈ പ്രീതിയെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? നീ പറയുന്നതൊക്കെ കേട്ട് മിണ്ടാതെ നിൽക്കുന്നത് കണ്ടില്ലേ? യു ഷട്ടപ്പ് മോഹനേട്ടാ, ഇവള് ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളുടെ ഈ പുന്നാര മരുമോൾ എനിക്ക് റോങ് മെഡിസിനാ എടുത്തു തന്നത്. അശ്വിൻ ബേബി ഡയബറ്റിക്കിന് കുടിക്കുന്ന മരുന്ന് ഷുഗർ കട്ട് ചെയ്ത് ജീവിക്കുന്ന എനിക്ക് അത് കുടിച്ചാൽ ലോ പ്രഷർ വന്ന് ഞാൻ ചത്തുപോയില്ലായിരുന്നോ? ഇവള് മനഃപൂർവ്വം എന്നെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാ. അപ്പോൾ അവിടെ നിൽക്കുന്ന ശ്രുതി ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇവരെന്തൊക്കെയാ ഈ പറയുന്നത്? അശ്വിൻ സാറിന്റെ മരുന്നെടുത്ത് ഇവർക്ക് കൊടുത്തെന്നോ? അയ്യോ അശ്വിൻ സാർ അപ്പോൾ എടുത്തിട്ട് പോയത് ആന്റിയുടെ മരുന്നായിരിക്കും എന്നും പറഞ്ഞ്, ഞാൻ ഇപ്പോൾ വരാം ആന്റി എന്ന് പറഞ്ഞിട്ട് ഓടി പോകുന്നുണ്ട്. കണ്ടില്ലേ, അവളുടെ പ്ലാനിങ് പൊളിഞ്ഞു എന്ന് കണ്ടപ്പോൾ അനിയത്തി ഓടി രക്ഷപ്പെട്ടു. മരുമോളെ, നിനക്കിതിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്യാമും അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അഞ്ജലി ബേബി, നീ ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഡെഡ് ബോഡി ആവുമായിരുന്നു. ഏയ് അങ്ങനെയൊന്നുമില്ല ആന്റി, പ്രീതി പറഞ്ഞല്ലോ അവക്കൊരു അബദ്ധം പറ്റിയതാണെന്ന്. ആന്റി അതൊന്ന് വിശ്വസിക്ക്. ഇല്ല അഞ്ജലി ബേബി, അവളെന്നെ മനഃപൂർവ്വം കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാന്ന് എന്നെ പറയണേ. അങ്ങനെ ശ്രുതി ഓടിച്ചെന്ന് അശ്വിൻ്റെ അടുത്ത് എത്തുകയും, നിങ്ങൾ ആ ടാബ്ലറ്റ് കഴിച്ചില്ലല്ലോ? ഇല്ല, ആ എടുത്ത മെഡിസിൻ വേറെയാണ് എന്ന് പറയുമ്പോൾ, വേറെയോ? അതെ, മനോരമ ആന്റിക്ക് തലവേദനയ്ക്ക് പ്രീതി ചേച്ചി എടുത്തു വെച്ചിരുന്ന മരുന്നാണ് നിങ്ങൾ എടുത്തോണ്ട് വന്നത് എന്ന് പറയുമ്പോഴേക്കും മനോരമ ഇങ്ങനെ അവിടെ ബഹളം വെക്കുന്നത് ഇവിടെ കേൾക്കാണ് കേട്ടോ. മാസമൊന്നും കഴിഞ്ഞില്ല, അതിനു മുൻപേ അമ്മായിയമ്മയുടെ ജഡം കാണാനാണ് അവൾക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ശ്രുതി അശ്വിനോട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ചേച്ചിക്ക് മനഃപൂർവ്വം വഴക്ക് കേൾപ്പിക്കാനല്ലേ ഈ ടാബ്ലറ്റ് എടുത്തോണ്ട് വന്നത്? ശ്രുതി, അതെ, നിങ്ങൾക്ക് എന്നെയും എൻ്റെ ചേച്ചിയെയും ഇവിടുന്ന് ഇറക്കി വിടണം. അത് തന്നെ. നിങ്ങൾ ആകാശ് സാറേയും എൻ്റെ ചേച്ചിയെയും കല്യാണം കഴിപ്പിച്ച് വിട്ടത് ഇങ്ങനെ എന്നോട് പ്രതികാരം ചെയ്യാനാണോ? മനസ്സ് കല്ലായിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ക്രൂരനായിട്ടുള്ള ഒരാളെ കണ്ടിട്ടില്ല. എനിക്ക് നിങ്ങളെ അറപ്പാണ്, വെറുപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ അശ്വിൻ ചോദിക്കുന്നുണ്ട്, അറിയൂ മാഡ്? അതെ, എല്ലാവരും കൂടി എന്നെ ഭ്രാന്തിയാക്കും. എല്ലാവരും കൂടിയല്ല, നിങ്ങളൊരൊറ്റ ഒരുത്തം കാരണം ഞാൻ ഭ്രാന്തിയാക്കും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ മുത്തശ്ശി വരുന്നുണ്ട്. മനോരമേ, നിർത്ത്, എന്താ ഇങ്ങനെയൊക്കെ നീ? അമ്മ ഇതിൽ ഇടപെടണ്ട, ഞാനും എൻ്റെ മരുമോളും തമ്മിലുള്ള പ്രശ്നമാണ്. ഞാനിവിടെ വന്ന് കയറിയിട്ട് എത്ര നാളായി? എത്രയോ വഴക്കുകൾ നമ്മൾ തമ്മിൽ ഉണ്ടായിരിക്കുന്നു. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പോയ്സൺ വല്ലതും തന്നിട്ടുണ്ടോ? എന്നാ ഇതാ എന്ന് പറഞ്ഞ ആ ടാബ്ലറ്റ് താഴെ ഇട്ടിട്ട് പറയുന്നുണ്ട്, ഒരു വീക്ക് പോലും ആയിട്ടില്ല വന്ന് കയറിയിട്ട് അമ്മായിയമ്മയെ മർഡർ ചെയ്യാൻ വന്നിരിക്കുക ഇവള്. എൻ്റെ മനോരമയെ, അവൾക്കൊരു അബദ്ധം പറ്റിയതായിരിക്കും, അവളത് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും, എനിക്കതൊന്നും കേൾക്കണ്ട എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമും പറയുന്നുണ്ട് കേട്ടോ, ആന്റി ഇത്തവണത്തേക്ക് ഒന്ന് മാപ്പ് കൊടുക്ക്. ഇല്ല ശ്യാം ബേബി, ഇക്കാര്യത്തിൽ ഒരാളുടെയും അഭിപ്രായം എനിക്ക് കേൾക്കണ്ട. ഇതിൽ ശ്യാം ബേബി ഇടപെടണ്ട എന്ന് പറയണേ. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രീതി, ആന്റിക്ക് ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്നെ വിശ്വാസമായില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകാം എന്ന് പറയണേ. വേഗം ഇറങ്ങിക്കോ, എന്റെ സാധനങ്ങളൊക്കെ നിന്റെ അനിയത്തിയുടെ കയ്യിൽ കൊടുത്തു വിടാ എന്ന് പറയണേ. അപ്പൊ അഞ്ജലി പറയുന്നുണ്ട്, പ്രീതി നീ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല, ഞാനല്ലേ പറയുന്നത് എന്ന് പറയുമ്പോൾ പ്രീതി അങ്ങ് പോകുന്നുണ്ട്. അപ്പോഴേക്കും ആകാശം അവിടെ വരികയാണ്. പ്രീതി, എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ട്, മോനെ, ഇതുപോലെ ഒരു മരുമകൾ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടാത്ത മരുമകൾ നിനക്കും വേണ്ട, ഇവളെ ഇപ്പൊ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്ക് എന്ന് പറയുമ്പോൾ ആകാശ് പറയുന്നുണ്ട്, പ്രീതിയെ ഞാൻ ഒരിക്കലും വിടില്ല അമ്മ. എന്നാ നീ വിടണ്ടേ, ഇവളുടെ കൈയും പിടിച്ച് പുറത്തേക്ക് പോയിക്കോ എന്ന് പറയണേ. അപ്പോഴേക്കും നമ്മുടെ അശ്വിൻ അങ്ങോട്ടേക്ക് വന്നിട്ട്, പ്രീതി പോകാൻ വരട്ടെ എന്നിങ്ങനെ പറയാണ്.
ആൻറ്റിക്ക് എടുത്തു വെച്ചിരുന്ന മെഡിസിൻ ഞാനാണ് മാറിയെടുത്തത്. പ്രീതി ആദ്യം ആൻറ്റിക്ക് എടുത്തു വെച്ചിരുന്ന മരുന്ന് ഞാൻ മാറി കൊണ്ടുപോയതാ. അതുകൊണ്ട് ഇവരെ ഇറക്കി വിടുന്നത് പോലെ എന്നെയും ശ്രുതിയെയും ആൻറ്റി ഇവിടുന്ന് ഇറക്കി വിടുമോ? അബദ്ധം ആർക്കും പറ്റാ ആൻറ്റി. അതുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത പ്രീതിയെ ഇവിടെ നിന്ന് ഇറക്കി വിടാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ അത് പിന്നെ അശ്വിൻ ബേബി, ഇല്ല ആൻറ്റി, പ്രീതിയെ ഇവിടുന്ന് ആരും ഇറക്കി വിടുന്നില്ല. ആൻറ്റിക്ക് തലവേദനയല്ലേ, ഈ മരുന്ന് കുടിക്ക് എന്ന് പറഞ്ഞിട്ട് പ്രീതിയോട് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് പ്രീതി കൊടുക്കുമ്പോൾ മനോരമ പിടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് വാങ്ങിയിട്ട് അശ്വിൻ കൊടുക്കുകയാണ് വെള്ളം. അശ്വിൻ ബേബി പറഞ്ഞുകൊണ്ട് ഞാൻ കുടിക്കാം എന്ന് പറഞ്ഞിട്ട് കുടിക്കുന്നുണ്ട്. ആകാശ് പ്രീതിയെയും അമ്മയെയും റൂമിലേക്ക് വിളിച്ചുകൊണ്ട് എല്ലാവരും പോയി ഒന്ന് റിലാക്സ് ചെയ്യേ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അങ്ങ് പോവാണ്. ശ്രുതി എന്തോ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴേക്കും അശ്വിൻ റൂമിലേക്ക് കയറി പോവാണ് കേട്ടോ. അങ്ങനെ ശ്രുതി അശ്വിൻ്റെ റൂമിലെത്തുകയും ആ മരുന്ന് എടുത്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും അശ്വിൻ സാറിന്റെ നാടകം നന്നായി. എൻ്റെ ചേച്ചിയെ മനഃപൂർവ്വം ആൻറ്റിയെ കൊണ്ട് തെറി പറയിപ്പിച്ചിട്ട് എല്ലാത്തിനും ഒടുവിൽ നല്ല പിള്ളയായി മുന്നിലെത്തുക. നല്ല നാടകമാണ്. ശ്രുതി, നിങ്ങളൊന്നും പറയണ്ട. നിങ്ങളുടെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം. നമ്മൾ തമ്മിൽ 6 മാസത്തെ കോൺട്രാക്റ്റ് അല്ലേ ഉള്ളൂ. ഇത് കഴിയും വരെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല, ആരോടും മിണ്ടുന്നുമില്ല. പക്ഷെ എന്നോട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആവാം. എൻ്റെ ചേച്ചിയെ വെറുതെ വേദനിപ്പിക്കരുത്. വേണമെങ്കിൽ നിങ്ങളുടെ കാല് വരെ ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി കാല് പിടിക്കാൻ പോകുമ്പോൾ അശ്വിൻ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെ നീട്ടി പോവാണ് കേട്ടോ. അങ്ങനെ അശ്വിൻ പോയതിന് ശേഷം ശ്രുതി അവിടെ നിന്ന് പറയുന്നുണ്ട്, 6 മാസം കോൺട്രാക്റ്റ് കഴിയുന്നതിന് മുൻപേ തന്നെ എന്നെ ഇവിടുന്ന് പുറത്താക്കാനുള്ള പണി ഈ ശ്രുതി എടുത്തിരിക്കും. ശ്രുതികുമാരി ലക്ഷ്മി ആരാന്ന് നിങ്ങൾ അറിയും എന്ന് പറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അശ്വിൻ ഉറങ്ങുന്നതാണ് കാണിക്കുന്നത്. ശ്രുതി ബാൽക്കണിയിലും. ശ്രുതിക്കാണെങ്കിൽ അവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് അശ്വിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ബാക്കിയുള്ളവരെ സമാധാനത്തെ ഉറക്കാൻ വിടാതെ നല്ല സമാധാനത്തെ ഉറങ്ങുന്നത് കണ്ടില്ലേ, കാണിച്ചു തരാം ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് തുമ്മിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അശ്വിൻ അത് ഇറിറ്റേഷൻ ആവുന്നുണ്ട്. അശ്വിൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുകയാണ്. ആ സമയത്ത് റൂമിൽ പോയി തുമ്മിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അശ്വിൻ എണീക്കായിട്ട് വീണ്ടും വീണ്ടും തുമ്മിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അശ്വിൻ ചോദിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഇതൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ. തുമ്മൽ വന്നാൽ പിന്നെ എന്ത് ചെയ്യും? തുമ്മി തന്നെ തീർക്കണ്ടേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്